സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. വിവരശേഖരണം 1 മാസം നീണ്ടു നിൽക്കും. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെയാണ് കേരളത്തിൽ SIR നടപടികൾ തുടങ്ങിയത്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാരത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. വോട്ടർ പട്ടികയിലുള്ളവർക്ക് വോട്ടുറപ്പിക്കുന്നതാണ് ഈ നടപടി. കണ്ണൂരിൽ ടി പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപിയാശന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം വിതരണം ചെയ്തു. ഈ തുടക്കം ഇവിടെ മുതൽക്കാണ് എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും അതിന് അഭിമാനവും തോന്നുന്നുണ്ട്. ഒരു വോട്ടും മിസ് ചെയ്യരുത്, മരിക്കുന്നത് വരെ വോട്ട് ചെയ്യണം. ഇപ്പോഴത്രേ പറയാനുള്ളൂ. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLOമാർക്ക് 1 മാസം പൂർണ്ണമായും SIR ഡ്യൂട്ടി ആയിരിക്കും. ഞങ്ങളെ BLOമാരെന്ന രീതിയിൽ ഞങ്ങൾ എല്ലാവർക്കും ഏരിയയിലുള്ള എല്ലാവർക്കും ഞങ്ങൾ അറിയാവുന്നതാണ്. അതുകൊണ്ട് അവർ പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞാൽ എന്തായാലും വിശ്വസിക്കുന്നുള്ള ഉറപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇന്ന് ഫോം കൊടുത്ത് ഞങ്ങളത് സൈൻ ചെയ്ത് വാങ്ങിക്കും. നമ്മൾ അംഗൻവാടി വർക്കേഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള ജോലികൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. അതും കൂടെ ഉൾപ്പെടുത്തിയേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തുടരെയായിട്ട് നമുക്ക് ലീവ് എടുക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 1-2 ദിവസങ്ങളൊക്കെ, പിന്നെ അല്ലാത്ത ദിവസം സൺഡേ, ശനിയാഴ്ച അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിൽ കൊടുത്തു തീർത്ത് ചെയ്യാനേ പറ്റും. BLOമാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖകൾ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരട് പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.